നമസ്കാരം. F&S ഫാർമ വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. തുടർന്നും എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. വീഡിയോസ് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റും ചെയ്യുക. ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് 2017 നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 8 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പാർട്ട് 2 16 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി. പാർട്ട് 3 നമ്മൾ ചെയ്തിരിക്കുന്നതും 16 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാർട്ട് 3 ക്വസ്റ്റ്യൻ നമ്പർ 25 തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 25, ഷെഡ്യൂൾ വി ഡിസ്ക്രൈബ്സ് ഓപ്ഷൻ എ സ്റ്റാൻഡേർഡ്സ് ഫോർ കോസ്മെറ്റിക്സ്, option B standards for patent or proprietary medicines, option C standards of disinfectants, option D good manufacturing practice. എന്താണ് ആൻസർ? 25th ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ഓപ്ഷൻ ബി, സ്റ്റാൻഡേർഡ്സ് ഫോർ പേറ്റന്റ് ഓർ പ്രൊപ്രൈറ്ററി മെഡിസിൻസ്. ഓപ്ഷൻ എയിലെ സ്റ്റാൻഡേർഡ്സ് ഫോർ കോസ്മെറ്റിക്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഷെഡ്യൂൾ എസിൽ. ഓപ്ഷൻ സിയിലെ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഡിസിൻഫെക്റ്റൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഷെഡ്യൂൾ ഒയിൽ. ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഷെഡ്യൂൾ എമ്മിൽ. ക്വസ്റ്റ്യൻ നമ്പർ 26, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻസ് സൾഫർ ഇൻ ഇറ്റ്സ് എലമെൻ്റൽ കോമ്പസിഷൻ? തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്തിലാണ് സൾഫർ അതിൻ്റെ ഏത് കോമ്പൗണ്ടിലാണ് എലമെൻ്റൽ കോമ്പസിഷനിൽ സൾഫർ കാണപ്പെടുന്നത്? എ ബെൻസൈൽ പെൻസിലിൻ, ബി കഫീൻ, സി ഡിജോക്സിൻ, ഡി ഇബുപ്രിഫൻ. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനുള്ള കോമ്പൗണ്ട്സിൻ്റെയും കെമിക്കൽ ഫോർമുല അറിഞ്ഞിരിക്കണം. എ ബെൻസൈൽ പെൻസിലിൻ്റെ കെമിക്കൽ ഫോർമുല C16H18N2O4S. ഓപ്ഷൻ ബിയിലെ കഫീൻ്റെ ഫോർമുല C8H10N4O2. ഓപ്ഷൻ സി ഡിജോക്സിൻ്റെത് C41H64O14. ഓപ്ഷൻ ഡി ഇബുപ്രിഫൻ്റെ C13H18O2. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ബെൻസൈൽ പെൻസിലിൻ. ബെൻസൈൽ പെൻസിലിൻ ഓർ പെൻസിലിൻ ജി which is an antibiotic that is used to treat bacterial infections, അതിലാണ് സൾഫർ എലമെൻ്റൽ കമ്പോസിഷനിൽ കാണപ്പെടുന്നത്. ഓപ്ഷൻ ബിയിലെ കഫീൻ ഒരു CNS സ്റ്റിമുലൻ്റ് ആണ്. സി ഡിജോക്സിൻ ഒരു കാർഡിയോട്ടോണിക് ഡ്രഗ് ആണ്. ഡിയിലെ ഇബുപ്രിഫൻ നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 27, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് നൗസിയ ആൻഡ് വോമിറ്റിംഗ് അസോസിയേറ്റഡ് വിത്ത് ക്യാൻസർ കീമോതെറാപ്പി? ക്യാൻസർ കീമോതെറാപ്പിയുമായി ബന്ധപ്പെട്ട സൈഡ് എഫക്റ്റ് ആണ് നോസിയ ആൻഡ് വോമിറ്റിംഗ്. അത് ട്രീറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഡ്രഗ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ്? ഓപ്ഷൻ എ ക്ലോർഫിനറാമീൻ, ബി പ്രൊമിഥാസിൻ, സി മിട്രോണിഡസോൾ, ഡി ഒണ്ടാൻസെട്രോൺ. ക്വസ്റ്റ്യൻ നമ്പർ 27ൻ്റെ ആൻസർ ആണ് ഓപ്ഷൻ ഡി ഒണ്ടാൻസെട്രോൺ. ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്യാൻസർ കീമോതെറാപ്പി എന്താണ്? ക്യാൻസർ കീമോതെറാപ്പി മീൻസ് drug therapy for cancer in which drugs kill the cancer cells, stopping them from spreading or slowing their growth. That is known as cancer chemotherapy. ഡ്രഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്യാൻസർ സെൽസിനെ ഡിസ്ട്രക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ സ്പ്രെഡ് സ്ലോ ചെയ്യിക്കുന്നതിനാണ് ക്യാൻസർ കീമോതെറാപ്പി എന്ന് പറയുന്നത്. ക്യാൻസർ കീമോതെറാപ്പിക്ക് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ഐദർ ദേ വിൽ പ്രിവെൻറ്റ് ദ സെൽ ഡിവിഷൻ or they trigger apoptosis, a kind of cell death ആണ് apoptosis. They trigger the cell apoptosis or they target the cancer cells food source. അതായത് ചില ഹോർമോൺസ് എൻസൈംസ് ക്യാൻസർ സെൽസിന് ഫുഡ് അല്ലെങ്കിൽ നറിഷ്മെൻറ്റ് കൊടുക്കുന്ന ആ ഒരു ഹോർമോൺസ് എൻസൈം അതിനെ ടാർഗറ്റ് ചെയ്യുന്ന വഴി ക്യാൻസർ സെൽസിനെ നശിപ്പിക്കുക എന്നുള്ളൊരു എയിമാണ് ക്യാൻസർ കീമോതെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് മാലിഗ്നൻ്റ് ആയിട്ടുള്ള സെൽസിനെ നശിപ്പിക്കുക. വൈ ഡസ് ദിസ് കീമോതെറാപ്പി കോസ് സൈഡ് എഫക്റ്റ്? എന്തുകൊണ്ടാണ് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നത്? നമുക്കറിയാം ക്യാൻസർ സെൽസ് ഹാവ് എ ടെൻഡൻസി ടു ഗ്രോ ഫാസ്റ്റ് ആൻഡ് ദ കീമോ ഡ്രഗ്സ് ഇറ്റ് കിൽസ് ദ ഫാസ്റ്റ് ഗ്രോയിങ് സെൽസ്. സിൻസ് ദീസ് ഡ്രഗ്സ് travel throughout the body, they can also affect the normal health cells that are growing fast, such as
blood forming cells in bone marrow, hair follicles, cells in mouth, digestive tract, in reproductive tract, etc. അതായത് ക്യാൻസർ സെൽസ് ഫാസ്റ്റ് ഗ്രോയിങ് സെൽസ് ആണ്. അതിനെ ട്രീറ്റ് ചെയ്യുന്ന ഡ്രഗ്സ് ഫാസ്റ്റ് ഗ്രോയിങ് സെൽസിനെ എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ക്യാൻസറിന് പുറമെ നോർമൽ ഫാസ്റ്റ് ഗ്രോയിങ് സെൽസിനെ കൂടി എഫക്റ്റ് ചെയ്ത് ഡിസ്ട്രക്റ്റ് ചെയ്യാൻ ഈ ഡ്രഗ്സിന് ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് കൂടുതലും സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്നത്. ടാർഗറ്റ് സ്പെസിഫിക് അല്ലാത്തത് കൊണ്ട് നോർമൽ സെൽസിനെ കൂടി അത് ഡിഫക്റ്റ് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കൂടുതലും സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ ബോൺ മാരോ ഡിപ്രഷൻ ഒരു സൈഡ് എഫക്റ്റ് ആണ്. നോസിയ ആൻഡ് വോമിറ്റിംഗ്, ഫറ്റീഗ്, ഹെയർ ലോസ്, അനീമിയ, ഇതൊക്കെ ക്യാൻസർ കീമോതെറാപ്പിയുടെ സൈഡ് എഫക്റ്റ് ആണ്. ഇതൊക്കെ ഉണ്ടാവാനായിട്ടുള്ള കാരണം ഇതാണ്. അതിൽ ഈ നൗസിയ ആൻഡ് വോമിറ്റിംഗ് എന്ന് പറയുന്നത് സിവിയർ ആൻഡ് ട്രബിൾസം സിംറ്റം ഓഫ് ക്യാൻസർ പേഷ്യൻസ് എന്നാണ് പറയുന്നത്. And again this is divided into anticipatory, അതായത് ഈ nausea and vomiting, chemotherapy induced nausea and vomiting is divided into anticipatory, acute, delayed എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കീമോതെറാപ്പി ഇൻഡ്യൂസ് nausea and vomitingന് യൂസ് ചെയ്യുന്ന ഡ്രഗ് തെറാപ്പി എന്ന് പറയുന്ന കോമ്പിനേഷൻ തെറാപ്പി യൂസ് ചെയ്യാറുണ്ട്. അവിടെ യൂസ് ചെയ്യുന്നത് ഒരു സെറട്ടോണിൻ ആൻറ്റഗോണിസ്റ്റ് പ്ലസ് ഒരു സ്റ്റിറോയിഡ് കമ്പൈൻ വിത്ത് ആൻ ന്യൂറോകൈനിൻ 1 റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ഇതാണ് യൂസ് ചെയ്യാറ്. സെറട്ടോണിൻ റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റിൻ്റെ എക്സാമ്പിൾ ആണ് ഒണ്ടാൻസിട്രോൺ. നമ്മുടെ ഓപ്ഷൻ ഡിയിലുണ്ടായിരുന്ന ഒണ്ടാൻസിട്രോൺ അല്ലെങ്കിൽ ഗ്ലാനിസിട്രോൺ ഒക്കെ എക്സാമ്പിളാണ്. അതും ഒരു സ്റ്റിറോയിഡ്, ഫോർ എക്സാമ്പിൾ ഡെക്സാമെത്തസോൺ പ്ലസ് ന്യൂറോകൈനിൻ 1 റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആണ് അപ്രിപ്പിറ്റൻറ്റ്. ഇങ്ങനെ കോമ്പിനേഷൻ തെറാപ്പി ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് കീമോതെറാപ്പി ഇൻഡ്യൂസ്ഡ് നൗസിയ ആൻഡ് വോമിറ്റിംഗ് ട്രീറ്റ് ചെയ്യാനായിട്ട്. സോ 27 ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ഓപ്ഷൻ ഡി, ഒണ്ടാൻസിട്രോൺ. ഓപ്ഷൻ എയിലെ ക്ലോർഫിനറാമീനും ഓപ്ഷൻ ബിയിലെ പ്രൊമിത്താസിനും ആൻറ്റി ഹിസ്റ്റമിൻസ് ആണ്. അതിൽ ബി പ്രൊമിത്താസിൻ മോർണിംഗ് സിക്നസ് ട്രീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. സിയിലെ മെട്രോണിഡസോൾ എന്ന് പറയുന്നത് എക്സാമ്പിൾ ഓഫ് ആൻറ്റി പ്രോട്ടോസോവൽ മെഡിക്കേഷൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 28. ഹൗ മെനി എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആർ ദെയർ ഇൻ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ? ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ എത്ര എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 2. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി 3. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ എലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ട്, നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്, എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉണ്ട്. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് തന്നെ 3 പേരാണുള്ളത്. ഫസ്റ്റ് വൺ ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ്, സെക്കൻഡ് ഡയറക്ടർ ഓഫ് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി, തേർഡ് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ. So, question number 28 in the answer, option C, 3. Next, question number 29. Drug inspectors are appointed under which section of Drug and Cosmetic Act? തന്നിരിക്കുന്ന ഏത് സെക്ഷൻ പ്രകാരമാണ് DNCയുടെ ഏത് സെക്ഷൻ പ്രകാരമാണ് ഡ്രഗ് ഇൻസ്പെക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? എ സെക്ഷൻ 21, ബി സെക്ഷൻ 33, സി സെക്ഷൻ 7, ഡി സെക്ഷൻ 20. 29th ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ഓപ്ഷൻ എ സെക്ഷൻ 21. ഡ്രഗ് ഇൻസ്പെക്ടേഴ്സ് ഒരു ഒഫീഷ്യൽ ഗസറ്റിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആസ് പെർ സെക്ഷൻ 21 ആണ്. ദെൻ ഓപ്ഷൻ ബിയിലെ സെക്ഷൻ 33 എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫോർ ദ മാനുഫാക്ചേഴ്സ് ഓഫ് ആയുർവേദിക് സിദ്ധ യുനാനി മെഡിസിൻ, അതായത് സെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആയുർവേദിക് സിദ്ധ ആൻഡ് യുനാനി മെഡിസിൻ. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് സെക്ഷൻ 33ൽ. ഓപ്ഷൻ സിയിലെ സെക്ഷൻ 7ൽ ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി. ദെൻ ഓപ്ഷൻ ഡി സെക്ഷൻ 20ൽ ഗവൺമെൻറ് അനലിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്. അതിൻ്റെ ഇറ്റ് ഇസ് ദ ഗവൺമെൻറ് അനലിസ്റ്റ് ആർ അപ്പോയിൻറ്റഡ് ആസ് പെർ സെക്ഷൻ 20 ആണ്. സോ ഡ്രഗ് ഇൻസ്പെക്ടേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ആസ് പെർ സെക്ഷൻ 21. While the power of drug inspectors explain ചെയ്യുന്നത് സെക്ഷൻ 22ലാണ് ആൻഡ് ദ ജനറൽ സ്ട്രിക്റ്റ് പ്രൊസീജിയേഴ്സ് വിച്ച് എ ഡ്രഗ് ഇൻസ്പെക്ടർ ഷുഡ് ഫോളോ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സെക്ഷൻ 23ലാണ്. ശരിക്കും ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1940 ആൻഡ് റൂൾസ് 1945ൽ 1 to 38 സെക്ഷൻസ് ഉണ്ട്. അതിൽ ഓരോ ചില സെക്ഷൻസിന് സബ് സെക്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സെക്ഷൻ 3 എടുത്താൽ 3A ഉണ്ട്, സെക്ഷൻ 9 എടുത്താൽ 9A, 9B, 9C, 9D ഉണ്ട്. അങ്ങനെ സബ് സെക്ഷൻസ് ഉണ്ട്. സോ നമ്മുടെ 29th ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ഓപ്ഷൻ എ സെക്ഷൻ 21. ക്വസ്റ്റ്യൻ നമ്പർ 30.
an aryl propionic acid derivative? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് അരൈൽ പ്രൊപ്പിയോണിക് ആസിഡ് ഡെറിവേറ്റീവ്? ഓപ്ഷൻ എ മെഫ്നാമിക് ആസിഡ്, ഓപ്ഷൻ ബി പൈറോക്സിക്കാം, ഓപ്ഷൻ സി ഇബുപ്രൊഫൻ, ഓപ്ഷൻ ഡി ഡൈക്ലോഫിനാക്. ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന എല്ലാം നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആണ്. അരൈൽ പ്രൊപ്പിയോണിക് ആസിഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനും നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉള്ളതാണ്. സോ നമുക്കറിയാം NSAIDs which are used for ഇൻഫ്ലമേഷൻ, അതിന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സാലിസിലേറ്റ്സിൽ വരുന്നതാണ് ആസ്പിരിൻ, പ്രൊപ്പിയോണിക് ആസിഡ് ഡെറിവേറ്റീവ്സിൽ വരുന്നതാണ് ഇബുപ്രൊഫൻ, നാപ്രോക്സിൻ, കീറ്റോപ്രൊഫൻ ഒക്കെ. അസറ്റിക് ആസിഡ് ഡെറിവേറ്റീവ്സിൽ വരുന്നതാണ് ഇൻഡോമെത്താസിൻ, കീറ്റോറൊലാക്, ഡൈക്ലോഫിനാക്, അസൈക്ലോഫിനാക് അതൊക്കെ. ഓക്സിക്കാം ഡെറിവേറ്റീവിൽ വരുന്നതാണ് പൈറോക്സിക്കാം. ആന്ത്രാലിക് ആസിഡ് ഡെറിവേറ്റീവ്സിൻ്റെ എക്സാമ്പിളാണ് അതിൻ്റെ വേറൊരു പേരാണ് ഫിനമേറ്റ്സിൻ്റെ എക്സാമ്പിളാണ് മെഫിനാമിക് ആസിഡ്. ദെൻ COX-2 ഇൻഹിബിറ്റേഴ്സിൽ വരുന്നതാണ് സെലക്റ്റീവ് COX-2 ഇൻഹിബിറ്റേഴ്സ്, എക്സാമ്പിൾ സെലികോക്സിബ്, എറ്റോറികോക്സിബ്. പ്രിഫറൻഷ്യൽ COX-2 ഇൻഹിബിറ്റേഴ്സിൻ്റെ എക്സാമ്പിൾ നെബ്യുമെറ്റോൺ, മെലോക്സിക്കാം അതൊക്കെ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 30യുടെ ആൻസർ ഓപ്ഷൻ സി ഇബുപ്രൊഫൻ. പ്രൊപ്പിയോണിക് ആസിഡ് ഡെറിവേറ്റീവിൻ്റെ എക്സാമ്പിളാണ് ഇബുപ്രൊഫൻ. എ മെഫിനാമിക് ആസിഡ് എന്തിൻ്റെ എക്സാമ്പിളാണ്? ഇറ്റ് ഇസ് ആൻ ആന്ത്രാലിക് ആസിഡ് ഡെറിവേറ്റീവ്. ബി പൈറോക്സിക്കാം എന്ന് പറയുന്നത് ഓക്സിക്കാം ഡെറിവേറ്റീവ് ആണ്. ഡിയിലെ ഡൈക്ലോഫിനാക് എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ് ഡെറിവേറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 31. The MTP Act was passed in the year. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ഏത് വർഷമാണ് പാസ്സായത്? ഓപ്ഷൻ എ 1969, ഓപ്ഷൻ ബി 1970, ഓപ്ഷൻ സി 1971, ഓപ്ഷൻ ഡി 1972. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി 1971. MTP ആക്ട് പാസ്സായത് 1971. തൊട്ടടുത്ത് കിടക്കുന്ന ഓപ്ഷനിലെ 1972, അതായത് ഡിയിലെ 1972 ഒരു ആക്ട് പാസ്സായിട്ടുണ്ട്, പേറ്റന്റ് ആക്ട്. ഇറ്റ് ഇസ് പാസ്ഡ് ഇൻ 1972. ക്വസ്റ്റ്യൻ നമ്പർ 32. If a drug is imported under a name which belongs to another drug, such drugs are known as per DNC Act and rules. Option A, impure drug, B, adulterated drug, C, misbranded drug, D, spurious drug. DNC Act and rule പ്രകാരം ഇഫ് എ ഡ്രഗ് ഇസ് ഇമ്പോർട്ടഡ് അണ്ടർ എ നെയിം വിച്ച് ബിലോങ്സ് ടു അനദർ ഡ്രഗ്, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അതിന് നമ്മൾ അഡൾട്രേറ്റഡ് ഡ്രഗ് എന്നോ ഇംപ്യൂർ ഡ്രഗ് എന്നാണോ മിസ്ബ്രാൻഡഡ് ഡ്രഗ് എന്നാണോ സ്പ്യൂരിയസ് ഡ്രഗ് എന്നാണോ വിളിക്കുന്നത്? നമുക്ക് നോക്കാം. DNC പ്രകാരം അഡൾട്രേറ്റഡ് ഡ്രഗ് എന്താണ്? അഡൾട്രേറ്റഡ് ഡ്രഗ് ഇഫ് ഇറ്റ് കൺസിസ്റ്റ് ഇൻ ഹോൾ ഓർ പാർഷ്യലി ഓഫ് എനി ഫിൽത്തി, പ്യൂട്യൂഡ് ഓർ ഡീകമ്പോസ്ഡ് സബ്സ്റ്റൻസസ്, അതിനെ നമ്മൾ അഡൾട്രേറ്റഡ് ഡ്രഗ് എന്ന് പറയും. അതും അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഹാസ് ബീൻ പ്രിപ്പയർഡ്, പാക്ഡ് ഓർ സ്റ്റോർ അണ്ടർ അൺസാനിറ്ററി കണ്ടീഷൻ വിച്ച് വിൽ നെഗറ്റീവ്ലി എഫക്റ്റ് അവർ ഹെൽത്ത് കണ്ടീഷൻ, then it is adulterated drug. Or in a container that is composed of whole or part of poisonous substance which may cause harmful to health, that is adulterated drug. Or if any substance has been mixed there that can be injurious to health, then also it is known as adulterated drug. Or it contains a coloring agent other than prescribed, അതിനൊക്കെ നമ്മൾ adulterated drug എന്ന് പറയും. DNC പ്രകാരം spurious drug എന്താണെന്ന് വെച്ചാൽ these are the drugs which are imported under another name, a name which belongs to another drug. And if it is അല്ലെങ്കിൽ spurious drug വേറൊരു ഡെഫിനേഷനും കൂടെ ഉണ്ട്. if it is a imitation or substitute of another drug or resembles to another drug, അല്ലെങ്കിൽ if it appears to be a product of other manufacturer, or if the label can't bear the name of the compound, or if the label has a compound name which does not exist, അങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ അതിനെ spurious drug എന്ന് പറയും. then misbranded drug എന്താണ്? if the labeling is false or misleading, അല്ലെങ്കിൽ package form and label fails to contain name or place of manufacture, അതൊന്നും ഇല്ല പാക്കേജിലെങ്കിൽ അല്ലെങ്കിൽ ലേബിൾ ഇല്ലെങ്കിൽ, ദാറ്റ് ഇസ് നോൺ ആസ് മിക്സ് ബ്രാൻഡഡ്. അതെയാണ് മിസ് ബ്രാൻഡഡ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്താ? 32ൻ്റെ ആൻസർ ആണ് ഓപ്ഷൻ ഡി, സ്പ്യൂരിയസ് ഡ്രഗ് ആണ് നമ്മുടെ ആൻസർ അല്ലേ. ദ ഡ്രഗ് ദാറ്റ് ഇസ് ഇമ്പോർട്ടഡ് അണ്ടർ എ നെയിം വിച്ച് ബിലോങ്സ് ടു അനദർ ഡ്രഗ്. Next question number 33. What is Form 12 as per Drug and Cosmetic Act? Option A, application for license to import drugs specified in Schedule X. Option B,
Application for license to import drugs for the purpose of examination, test or analysis. Option C. Application for license to import small quantities of drugs by a government hospital. Option D. Form of undertaking to accompany an application for an import license. Question number 33 answer ആണ് option B. Application for license to import drug for the purpose of examination, test or analysis. ഇനി A. Application for license to import drugs specified in Schedule X ഫോം 8A കിടക്കുന്നത്. അതുപോലെ തന്നെ ഫോം ഓഫ് അണ്ടർടേക്കിംഗ് ടു അക്കംപനി ആൻ ആപ്ലിക്കേഷൻ ഫോർ ആൻ ഇമ്പോർട്ട് ലൈസൻസ് എന്ന് പറയുന്നത് അത് കിടക്കുന്നത് 9 ഫോം 9 ഫോം 11 ലൈസൻസ് ടു ഇമ്പോർട്ട് ഡ്രഗ്സ് ഫോർ ദ പർപ്പസ് ഓഫ് എക്സാമിനേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫോം 12A ആപ്ലിക്കേഷൻ ഫോർ ലൈസൻസ് ടു ഇമ്പോർട്ട് ഡ്രഗ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഫോർ പേഴ്സണൽ യൂസ് ഉണ്ട്. ഓക്കെ, ഡി ആൻഡ് സിയിൽ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. ആ ഫോംസിൽ ഫോം 12 എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 34. എ സെക്കൻഡ് ജനറേഷൻ H1 ആൻറ്റഗോണിസ്റ്റ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ സെക്കൻഡ് ജനറേഷൻ H1 ആൻറ്റഗോണിസ്റ്റ് ഏതാണ്? സിപ്രോഹെപ്റ്റാഡിൻ, ബി മെക്ലിസൻ, സി അസ്റ്റിമസോൾ, ഡി പ്രൊമിത്താസിൻ. കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 34ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അസ്റ്റിമസോൾ ആണ്. നമുക്കറിയാം ആൻറ്റി ഹിസ്റ്റമിൻസിനെ നമുക്ക് ആൻറ്റിഹിസ്റ്റമിൻ അല്ലെങ്കിൽ ആൻറ്റിഹിസ്റ്റമിനിക്സ് ഡ്രഗ്സിന് രണ്ടായിട്ട് തിരിക്കാം. ആൻറ്റിഹിസ്റ്റമിൻ ഫസ്റ്റ് ജനറേഷൻ ആൻറ്റിഹിസ്റ്റമിൻസും ഉണ്ട്, സെക്കൻഡ് ജനറേഷൻ ആൻറ്റിഹിസ്റ്റമിൻ ഡ്രഗ്സും ഉണ്ട്. ഫസ്റ്റ് ജനറേഷൻ്റെ എക്സാമ്പിളാണ് ക്ലോർഫിനറാമീൻ, ഡൈഫിൻഹൈഡ്രാമീൻ, സൈക്ലിസിൻ, മെക്ലിസിൻ, പ്രൊമിത്താസിൻ, സിപ്രോഹെപ്റ്റാഡിനൊക്കെ. സെക്കൻഡ് ജനറേഷൻ്റെ എക്സാമ്പിളാണ് സിട്രസിൻ, ലിവോസിട്രസിൻ, ഫെക്സോഫെനാഡിൻ, ലോറാറ്റിഡിൻ, അസ്റ്റിമസോളൊക്കെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? 34 ഓപ്ഷൻ സി അസ്റ്റിമസോൾ ആണ് ആൻസർ. പക്ഷേ അസ്റ്റിമസോൾ ഇസ് വിഡ്രോൺ ഫ്രം ദ മാർക്കറ്റ് ബൈ മാനുഫാക്ചേഴ്സ് ഓൺ 1999 ഡ്യൂ ടു ഇറ്റ്സ് കാർഡിയക് ആർത്തിമിയ. ലാർജ് ഡോസസിൽ ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസൊക്കെ ആയിട്ട് ഡ്രഗ് ഇൻട്രാക്ഷൻസ് ഉണ്ടാക്കി കാർഡിയക് ആർത്തിമിയ ഉണ്ടാക്കും. അതുകൊണ്ട് 1999 മാനുഫാക്ചേഴ്സ് മാർക്കറ്റിൽ നിന്ന് വിഡ്രോൺ ചെയ്തു. ഇറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് സെക്കൻഡ് ജനറേഷൻ ആൻറ്റിഹിസ്റ്റമിൻ ഡ്രഗ് ആണ്. സെക്കൻഡ് ജനറേഷൻ H1 ആൻറ്റഗോണിസ്റ്റ് ആണ്. ബാക്കിയെല്ലാം തന്നെ ഫസ്റ്റ് ജനറേഷൻ ഡ്രഗ്സ് ആണ്. ഈ ഫസ്റ്റ് ജനറേഷൻ്റെ പ്രത്യേകത അത് മാർക്ക്ഡ് സെഡേറ്റീവ് ആണ്, വൈൽ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് വീക്ക് ഓർ നോ സെഡേറ്റീവ് ആക്ഷൻ ആണ് സെക്കൻഡ് ജനറേഷൻ H1 ആൻറ്റഗോണിസ്റ്റിനുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 35. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ അനോറക്റ്റിക് ഏജൻറ്റ്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് അനോറക്റ്റിക് ഏജൻറ്റ്? എ ഫെൻഫ്ലൂറാമീൻ, ബി മെറ്റാറമിനോൾ, സി എഫിഡ്രിൻ, ഡി സാൽബ്യൂട്ടമോൾ. നോക്കിയാൽ ഓപ്ഷനിൽ തന്നിരിക്കുന്ന 4 ഡ്രഗ്സും നമുക്കറിയാം സിമ്പത്തോമിമെറ്റിക് ഡ്രഗ്സ് ആണ്. സോ ഇതിലേതാണ് അനോറക്റ്റിക് ഏജൻറ്റ്? വാട്ട് ഇസ് അനോറക്സിയ? അനോറക്സിയ എന്ന് പറയുന്നത് ലോസ് ഓഫ് അപ്പറ്റൈറ്റ്. സോ അനോറക്റ്റിക് ഏജൻറ്റ്സ് ആർ ഏജൻറ്റ്സ് ദാറ്റ് ആർ യൂസ് ടു റിഡ്യൂസ് അപ്പറ്റൈറ്റ്. ഒബിസിറ്റി അല്ലെങ്കിൽ വെയിറ്റ് ലോസിൻ്റെ ഒക്കെ കേസിൽ നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടി യൂസ് ചെയ്യുന്ന, ഒബിസിറ്റിയുടെ ഒക്കെ കേസ് ട്രീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് അനോറക്റ്റിക് ഏജൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഫെൻഫ്ലൂറാമീൻ ആണ്. ഫെൻഫ്ലൂറാമീൻ ഇറ്റ് ഇൻക്രീസസ് ദ സെറട്ടോണിൻ റിലീസ്. ഇറ്റ് ഇസ് എ സെറട്ടോണിൻ റിലീസിങ് ഡ്രഗ് ആണ്. എലോൺ ഓർ ഇൻ കോമ്പിനേഷൻ വിത്ത് ഫെൻറ്റിറാമീൻ ആണ് സാധാരണ അനോറക്റ്റിക് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഫെൻഫ്ലൂറാമീന് നോറഡ്രിനാലിൻ റിലീസിങ് ഡ്രഗ് കൂടിയാണ്. സോ ഫെൻറ്റിറാമീനും ഇറ്റ് ഇസ് എ നോറഡ്രിനാലിൻ ഡോപ്പമീൻ ഏജൻ്റ് ആണ്. പ്രൈമർലി നോറഡ്രിനാലിൻ ഏജൻ്റ് ആണ്. സോ ഇൻ കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ രണ്ടും അനോറക്റ്റിക് ഏജൻ്റായിട്ട് ഗുഡ് അനോറക്റ്റിക് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യും. സോ ഫെൻഫ്ലൂറാമീൻ ഇസ് ദ കറക്റ്റ് ആൻസർ. ബാക്കി ഓപ്ഷനിലുള്ള എല്ലാം തന്നെ സിമ്പത്തോമിമെറ്റിക് ഡ്രഗ്സ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ ബിയിലെ മെറ്റാറമിനോളും ഓപ്ഷൻ സിയിലെ എഫിഡ്രിനും എക്സാമ്പിൾ ഫോർ മിക്സ്ഡ് ആക്ഷൻ ആൻറ്റഗോണിസ്റ്റ് സിമ്പത്തോമിമെറ്റിക് ഡ്രഗ്സ് ആണ്. സാൽബ്യൂട്ടമോൾ ആണെങ്കിൽ ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ബീറ്റ-2 അഗോണിസ്റ്റ്. എഫിഡ്രിൻ നമുക്കറിയാം, എഫിഡ്രിൻ ഇസ് എ സ്റ്റിമുലൻ്റ് ആണ്, ഡീകൺജസ്റ്റൻ്റ് ആണ്, ഹൈപ്പോടെൻഷൻ അസോസിയേറ്റഡ് വിത്ത് അനസ്തീഷ്യയിൽ കൊടുക്കും. സാൽബ്യൂട്ടമോൾ ആണെങ്കിൽ ഇറ്റ് റിലീവ്സ് ദ സിംറ്റംസ് ഓഫ് ആസ്മ, അതുപോലെ തന്നെ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസോർഡറിന് കൊടുക്കും, ഡിസീസിന് കൊടുക്കും, COPD കേസിന് കൊടുക്കും. ഇറ്റ് ഇസ് എ സെലക്റ്റീവ് ബീറ്റ-2 അഗോണിസ്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് മെറ്റാറമിനോൾ ആണെങ്കിൽ മെറ്റാറമിനോൾ ഇറ്റ് ഈസ് യൂസ് ടു പ്രിവെൻറ്റ് ആൻഡ് ട്രീറ്റ് ദ ഹൈപ്പോടെൻഷൻ കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നതാണ്. ദെൻ
ക്വസ്റ്റ്യൻ നമ്പർ 36. ഇൻഡയറക്ട്ലി ആക്ടിംഗ് സിമ്പത്തോമിമെറ്റിക് ഡ്രഗ് തന്നിരിക്കുന്ന ഫോളോയിങ്ങിൽ ഇൻഡയറക്ട്ലി ആക്ടിംഗ് സിമ്പത്തോമിമെറ്റിക് ഡ്രഗ് ഏതാണ്? എ അഡ്രിനാലിൻ, ബി ഐസോപ്രിനാലിൻ, സി ആംഫിറ്റാമിൻ, ഡി സാൽബ്യൂട്ടമോൾ. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആംഫിറ്റാമിൻ ഇസ് ദ കറക്റ്റ് ആൻസർ. അതായത് നമ്മൾ സിമ്പത്തോമിമെറ്റിക് ഡ്രഗ്സ്, വാട്ട് ആർ സിമ്പത്തോമിമെറ്റിക് ഡ്രഗ്സ്? ദീസ് ആർ ദ ഡ്രഗ്സ് ദാറ്റ് ആക്ട് സിമിലർ ടു ദാറ്റ് ഓഫ് സിമ്പത്തോമിമെറ്റിക് ഏജൻസ്. സിമ്പത്തോമിമെറ്റിക് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ ആക്ഷന് സിമിലർ ആയിട്ടുള്ള ആക്ഷനുള്ള ഡ്രഗ്സിനാണ് വി കോൾഡ് സിമ്പത്തോമിമെറ്റിക് ഡ്രഗ്. മിമിക് ചെയ്യുന്ന ഡ്രഗ്സാണ് സിമ്പത്തോമിമെറ്റിക് ഡ്രഗ്സ്. സോ അതിൻ്റെ എക്സാമ്പിളാണ്. ദേ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ്, നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് directly acting sympathomimetics. അതിൻ്റെ എക്സാമ്പിളാണ് നോറഡ്രിനാലിൻ, അഡ്രിനാലിൻ, ഐസോപ്രോട്ടനോൾ, ഐസോപ്രിനാലിൻ ഒക്കെ. ഇൻഡയറക്ട്ലി ആക്ടിംഗ് സിമ്പത്തോമിമെറ്റിക് ഏജൻസ്, അതിൻ്റെ എക്സാമ്പിളാണ് ആംഫിറ്റാമിൻ, കൊക്കെയിൻ, ടൈറാമീൻ ഒക്കെ. അതുപോലെ തന്നെ മിക്സഡ് ആക്ഷൻ ആൻറ്റഗോണിസ്റ്റ്, എക്സാമ്പിൾ എഫിഡ്രിൻ, മെറ്റാറമിനോൾ, സൂഡോ എഫിഡ്രിൻ ഒക്കെ. ഡയറക്ട്ലി ആക്ടിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദ ആക്ട് ഓർ ബൈൻഡ് ഡയറക്ട്ലി ടു ദ റിസപ്റ്റേഴ്സ് ആൻഡ് എലിസിറ്റ് ദ റെസ്പോൺസ്. ഇൻഡയറക്ട്ലി ആക്ടിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ഇൻക്രീസസ് ദ എൻഡോജീനിയസ് സ്റ്റോറേജ് ഓഫ് ദ റിലീസ് ഓഫ് നോറഡ്രിനാലിൻ ഫ്രം പ്രീസിനാപ്റ്റിക് ടെർമിനൽസ്. മിക്സഡ് ആക്ഷൻ ആണെങ്കിൽ ഈ രണ്ട് ആക്ഷനും ഉണ്ട്. ഡയറക്ട്ലി ബൈൻഡ് ചെയ്യാം, ഓൾസോ ദേ ക്യാൻ ഇൻക്രീസ് ദ എൻഡോജീനിയസ് സ്റ്റോറേജ് ഓഫ് ദ നോറഡ്രിനാലിൻ ഫ്രം പ്രീസിനാപ്റ്റിക് ടെർമിനൽസ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 36ൻ്റെ ആൻസർ ആണ് സി ആംഫിറ്റാമിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 37. Which of the following drugs does not contain indole alkaloid? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇൻഡോൾ ആൽക്കലോയിഡ് ഇല്ലാത്ത ഡ്രഗ് ഏതാണ്? എ നക്സ്വോമിക്ക, ബി റവോൾഫിയ, സി വിങ്ക, ഡി എഫിഡ്ര. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി എഫിഡ്ര ആണ്. നമുക്കറിയാം ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത് ദേ ആർ ക്ലാസ് ഓഫ് നാച്ചുറലി ഒക്കറിംഗ് ഓർഗാനിക് കോമ്പൗണ്ട് ദാറ്റ് മോസ്റ്റ്ലി കണ്ടെയ്ൻസ് എ ബേസിക് നൈട്രജൻ ആറ്റം. We can classify it into different types. True alkaloids, proto alkaloids, pseudo alkaloids എന്ന് ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ സ്ട്രക്ചറിൻ്റെ ബേസിൽ we can classify them into non-heterocyclic alkaloids and heterocyclic alkaloids. Non-heterocyclic alkaloidsലുള്ളതാണ് ഫീനൈൽ ഈഥൈൽ അമീൻ ആൽക്കലോയിഡ്സ്. അതിൽ വരുന്ന എക്സാമ്പിളാണ് എഫിഡ്ര ആൽക്കലോയിഡ്സ്, എഫിഡ്രിൻ, സൂഡോ എഫിഡ്രിൻ ഒക്കെ. ഹെറ്ററോസൈക്ലിക്കിൽ തന്നെ മോണോ ഹെറ്ററോസൈക്ലിക് ആൽക്കലോയിഡ്സും ഉണ്ട്, പോളി ഹെറ്ററോസൈക്ലിക് ആൽക്കലോയിഡ്സും ഉണ്ട്. മോണോ ഹെട്രോസൈക്ലിക്കിൻ്റെ എക്സാമ്പിളാണ് പിറിഡിൻ, പൈപ്പിരിഡിൻ, പൈറോളിഡിൻ, ഇമിഡസോളൊക്കെ. പോളിയിൽ വരുന്നതാണ് ഐസോക്യുനോളിൻ, ഇൻഡോൾ, ട്രോപ്പെയിൻ, ക്യുനോളിൻ അതൊക്കെ. സോ ഇൻഡോൾ റവോൾഫിയയിലുള്ളത് ഇൻഡോൾ ആൽക്കലോയിഡാണ്. റിസർപ്പിൻ. വിങ്കയിലുള്ളത് വിൻക്രിസ്റ്റിൻ, വിംപ്ലാസ്റ്റിൻ, അതും ഇൻഡോൾ ആൽക്കലോയിഡാണ്. നെസ്ഫോമിക്കയിലെ സ്ട്രിഷ്നിൻ, ബ്രൂസിൻ, അതും എക്സാമ്പിൾസ് ഓഫ് ഇൻഡോൾ ആൽക്കലോയിഡ്സ് ആണ്. എഫിഡ്ര ആണ് അപ്പോൾ നോൺ ഹെട്രോസൈക്ലിക് ആൽക്കലോയിഡിൽ വരുന്നത്. 37ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി എഫിഡ്ര. ക്വസ്റ്റ്യൻ നമ്പർ 38. Phytolacca americana is the adulterant of option A ergot, option D B belladonna, option C senna, option D cannabis. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ബെലഡോണയാണ്. ബെലഡോണയുടെ അഡൾട്രൻ്റ് ആണ് ഫൈറ്റോലാക്ക അമേരിക്കാന. വേറൊരു അഡൾട്രൻറ്റും കൂടെ ഉണ്ട് ബെലഡോണയ്ക്ക്, അതാണ് അലിയാന്തസ്. ഫൈറ്റോലാക്ക അമേരിക്കാനയ്ക്ക് വേറൊരു പേരും കൂടെ ഉണ്ട്, ഇറ്റ് ഇസ് നോൺ ആസ് പോക്വീറ്റ്. സോ അഡൾട്രേഷൻ നമുക്കറിയാം, ഇറ്റ് ഇസ് എ പ്രാക്ടീസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ ഒറിജിനൽ ഓർ ക്രൂഡ് ഡ്രഗ് പാർഷ്യലി ഓർ ഹോളി വിത്ത് ദ അതർ ഡ്രഗ്സ്, ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡെലിബറേറ്റ്ലി ആവാം, ആക്സിഡൻ്റലി ആവാം. സെന്നയ്ക്ക് അഡൾട്രൻ്റ് ഉണ്ട്, നമുക്കറിയാം കാഷ്യ സെന്നയുടെ അഡൾട്രൻ്റ് ആണ് അറേബ്യൻ സെന്ന, ഡോഗ് സെന്ന എന്നൊക്കെ പറയുന്നത്. സോ 38ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ബെലഡോണ. ക്വസ്റ്റ്യൻ നമ്പർ 39. The enzyme diacetase belongs to the family. തന്നിരിക്കുന്ന ഏത് ഫാമിലിയിലാണ് ഡയസറ്റേസ് എൻസൈം ബിലോങ് ചെയ്യുന്നത്? എ ഗ്രാമിനെ, ബി കാരിക്കേസിയെ, സി സാക്രോമൈസിറ്റേസിയെ ആൻഡ് ഡി റൂട്ടേഷ്യയെ. കറക്റ്റ് ആൻസർ എ ഗ്രാമിനെ. ഡയസറ്റേസിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് മാൾട്ട് എക്സ്ട്രാക്ട്, ബാർലി മാൾട്ട് എക്സ്ട്രാക്റ്റ് ആണ്, ആൻഡ് അത് ഒബ്റ്റേൺ ചെയ്യുന്നത് ഗ്രാമിനെ ഫാമിലിയിൽ നിന്നാണ്. ഇറ്റ് ഇസ് എ എൻസൈം വിച്ച് കൺവേർട്സ് ദ സ്റ്റാർച്ച് ടു മാൾട്ടോസ്. Then question number 40. Millen reagent is used to identify. എന്തിനാണ് മിലൻ റിയേജൻറ്റ് യൂസ് ചെയ്യുന്നത്? എ സ്റ്റാർച്ച്, ബി ജെലാറ്റിൻ, സി ആൽക്കലോയിഡ്സ്, ഡി ആന്ത്രാക്യുനോൺ ഗ്ലൈക്കോസൈഡ്സ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ബി ജെലാറ്റിൻ. മിലൻ റിയേജൻറ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, സൊല്യൂബിൾ പ്രോട്ടീൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന റിയേജൻ്റ് ആണ്.
ഓപ്ഷൻ എയിൽ സ്റ്റാർച്ച് കാർബോഹൈഡ്രേറ്റ് ആണ്. ആൽക്കലോയിഡ്സിന് സ്പെസിഫിക് ടെസ്റ്റ് ഉണ്ട്. ഗ്ലൈക്കോസൈഡ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ആന്ത്രോക്വിനോണും ഒക്കെ സ്പെസിഫിക് ടെസ്റ്റുകളുണ്ട്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ ബി ജലാറ്റൻ. എന്താണ് മിലൻസ് റിയേജൻറ്റ് എന്ന് പറയുന്നത്? മിലൻസ് റിയേജൻറ്റ് എന്ന് പറയുന്നത് മെർക്കുറിക് നൈട്രേറ്റ് ഇൻ നൈട്രിക് ആസിഡ് ആണ്. ദ ടെസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ദ റിയേജൻറ്റ് ഇസ് ആഡഡ് ടു ദ ടെസ്റ്റ് സൊല്യൂഷൻ ആൻഡ് ഇറ്റ് ഇസ് ഹീറ്റഡ്. സോ റെഡിഷ് ബ്രൗൺ കളർ ഓർ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്താൽ ഇറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് സൊല്യൂബിൾ പ്രോട്ടീൻ, പ്രസൻസ് ഓഫ് ടൈറോസിൻ റെസിഡ്യൂ ഒക്കെയാണ് കാണിക്കുന്നത്. സോ ജലാറ്റിൻ ഇസ് ദ കറക്റ്റ് ആൻസർ. 40യുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ജലാറ്റിൻ. ഇതോടുകൂടി നമ്മുടെ 16 ക്വസ്റ്റ്യൻസും ഡിസ്കഷൻ ആൻഡ് എക്സ്പ്ലനേഷൻസ് തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.